സ്റ്റേഷനിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ പാട്ടൊക്കെ പാടാറുണ്ട്? എൻ്റെ സ്റ്റേഷനിലുള്ള എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. നമുക്ക് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ടൈമിലൊക്കെ നമുക്ക് സമയം എപ്പോഴും അലേർട്ടായിരിക്കണം. നമുക്ക് ഫോണും കാര്യങ്ങളും സെറ്റൊക്കെ എപ്പോഴും വാച്ച് ചെയ്തൊക്കെ ഇരിക്കണം. അപ്പം നമുക്ക് നമ്മുടെ ഗാർഡ് ഡ്യൂട്ടി ഉണ്ട്, പാറാവ് ഡ്യൂട്ടി, അതിൻ്റെ ബ്രേക്ക് ടൈം ഉണ്ടാവും. നമുക്കൊരു 3 hours ഡ്യൂട്ടി ചെയ്താൽ കുറച്ച് നേരം നമുക്ക് ബ്രേക്ക് ഉണ്ടാവും. അടുത്ത ചേഞ്ച് നമുക്ക് ടേൺ ഡ്യൂട്ടിക്ക് വരും. അപ്പോൾ ആ റെസ്റ്റ് ടൈമിലൊക്കെ കൂടെയുള്ള ഡ്യൂട്ടിക്കാരനെ കൊണ്ട് പാട്ടൊക്കെ പാടിക്കും, ഉറക്കൊക്കെ വരാതിരിക്കാൻ വേണ്ടി. ഒരു ഗ്രൂപ്പിൽ എപ്പോഴും ഒരു പാട്ടുകാര് ഉള്ളത് ഭയങ്കര നല്ലതാണ്. അപ്പോൾ നമുക്ക് ഒരു വിഷു റിലേറ്റഡ് ഒരു പാട്ട് പാടാം. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതി ചിലുചീലേ എന്നും കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാൺമാൻ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതി ചിലുചീലേ എന്നും കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ശ്രീജിത്ത് സാറിൻ്റെ കൂടെ ആയിരുന്നു വർക്ക് ചെയ്തത്. അപ്പോൾ ഓർക്കസ്ട്ര പോലീസിൻ്റെ ടീം തന്നെ ഫോം ചെയ്തു എന്നൊക്കെ ഉള്ളത്, ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഞാനത് 2016 സർവീസിൽ കയറുന്നത്. 2020 കോവിഡിൻ്റെ ടൈമിൽ ഞാൻ കുറച്ച് നാൾ നേഴ്സായിട്ട് തന്നെ ഞാൻ പോലീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. KP 3rd യൂണിറ്റിൽ അടൂര്, ആ ക്യാമ്പിൻ്റെ ഒരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടെ ട്രെയിനിങ് നടക്കുന്ന ക്യാമ്പാണ്. ട്രെയിനിങ് നടക്കുന്ന ക്യാമ്പിൽ നമുക്ക് എപ്പോഴും മെഡിക്കൽ നീഡ്സ് എന്തായാലും വേണ്ടി വരും. അപ്പം അതിനകത്ത് തന്നെ ഒരു മെഡിക്കൽ ടീം ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ബെനിഫിറ്റാണ്. അല്ലെങ്കിൽ ഈ ട്രെയിനീസിന് നമ്മൾ പുറത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പോൾ അത്രയും സമയം മെനക്കേടാണ്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡോക്ടർ നമുക്ക് അതിനകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചുകൂടെ, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കുറച്ച് വെയിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരും. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് അവിടെ കുറച്ചാൾ വർക്ക് ചെയ്യാൻ പറ്റി. പക്ഷെ ആ സമയത്ത് കോവിഡ് വന്നപ്പം ട്രെയിനിങ് ബ്രേക്ക് ചെയ്തു. ഈ കുട്ടികളെ തിരിച്ച് അതായത് പിന്നെ സ്റ്റേഷനുകളിലും അങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്തു. അതായത് ക്യാമ്പിൽ ട്രെയിനിങ് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. ആ സമയത്ത് എൻ്റെ ആവശ്യം അവിടെ വരുന്നില്ലല്ലോ. അപ്പോൾ ശ്രീജിത്ത് സാർ ഇങ്ങനെ ഒരു ഓർക്കസ്ട്ര ടീം രൂപീകരിക്കുന്നു എന്ന് അറിഞ്ഞു PHQൽ. അവിടെ നിന്ന് എനിക്കൊരു കോൾ വന്ന് ഇങ്ങനെ ഇതിന് താല്പര്യം ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ജോയിൻ ചെയ്തു. സാറാണ് ഈ സിനിമ പാട്ടിൻ്റേതായിട്ടുള്ള കുറേ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു, പാട്ടുകളൊന്നും അറിയില്ലായിരുന്നു. ആകെ 1-2 കളക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നു. ഞാൻ ഈ സാറിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുമ്പോഴത്തേനും ഞങ്ങൾക്ക് ജനമൈത്രിയുടെ ഡ്യൂട്ടിയാണ് കൂടുതൽ. കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസ് കളക്ഷൻ, അങ്ങനത്തെ അവരുടേതായിട്ട് ഓൾ കേരള വർക്ക് ഫുള്ളും നമ്മൾ സ്റ്റേറ്റ് നോഡൽ ഓഫീസറായിട്ടാണ് സാറുണ്ടായിരുന്നത് ജനമൈത്രിയുടെ. അപ്പം ഇതിൻ്റെ വർക്കിൻ്റെ കൂടെ നമ്മൾ പിന്നെ ഈ പാട്ടും ഈ ഡ്രാമ അങ്ങനത്തെയും കൂടെ അവയർനെസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പാട്ടുകൾ പാടി ഫ്ലാറ്റുകളിലും പിന്നെ അല്ലാതെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ കുറേ ഞങ്ങൾക്ക് സാറിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ പാടാൻ പറ്റും. സാറ് കുറേ പാട്ടുകൾ പഠിക്കാൻ വേണ്ടി നമുക്ക് തരും. കുറേ ലിസ്റ്റുകളൊക്കെ പഠിച്ചിട്ട് ഇതിൻ്റെ കൂടെ ഞങ്ങളെ വർക്കിംഗ് ടൈമിലല്ല, വർക്കിംഗ് ടൈമിലേ അല്ല ഇത് ചെയ്യുന്നത്. വർക്കിംഗ് ടൈം കഴിഞ്ഞിട്ടുള്ള ടൈമിൽ ഞങ്ങളെ കൊണ്ട് ഇതിൻ്റെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും, പാട്ട് പഠിപ്പിക്കും ഒക്കെ ചെയ്യും. അങ്ങനെ കുറേ പാട്ടിൻ്റെ കളക്ഷൻ കിട്ടി. അതൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു, ഒരുപാട് ഹെൽപ്പ്. അതുകൊണ്ട് മാത്രമാണ് സത്യത്തിൽ ഞാൻ പാട്ടുകൾ കുറേ പാടാനൊക്കെ എനിക്ക് പറ്റിയത്. അല്ലാതെ യൂത്ത് ഫെസ്റ്റിൽ റിലേറ്റഡ് ആയിട്ടുള്ള പദ്യം, മാപ്പിളപ്പാട്ട്, അതിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ സത്യത്തിൽ എനിക്ക് അറിയായിരുന്നുള്ളൂ. ഭാവിയിൽ അപ്പോൾ ഒരു സിനിമയിൽ പാടാനൊരു അവസരം കിട്ടിയാൽ എന്തായാലും അത് ടേക്കപ്പ് ചെയ്യോ? എന്തായാലും അവസരം കിട്ടട്ടെ, അതൊരു സ്വപ്നമാണോ? സ്വപ്നമാണ്.